നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഇവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, ഈ മഹത്തായ ബദരിയ മജ്‌ലിസിന്റെ മുഹിബ്ബുകൾ, ഇതിനോട് സഹകരിക്കുന്നവർ, ഇതിന്റെ നന്മ പ്രതീക്ഷിക്കുന്നവർ, സ്വതക്ക നൽകുന്നവർ, നേർച്ചയാക്കുന്നവർ, ദൂരത്തുനിന്ന് ഇതിലേക്ക് വന്നു ചേർന്നവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, മുത്തുനബിയോടൊത്ത് മഹാന്മാരോടൊത്ത് സ്വർഗീയ ലോകത്ത് സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖിദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മഹാനായ താജുൽ ഉലമ പറഞ്ഞതുപോലെ ഖൽബ് ലംഘി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്‌ലിസ്, നമ്മുടെ എല്ലാ മജ്‌ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസുകളായി അല്ലാഹു സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, മനുഷ്യർ ഓരോ ദിവസവും കഴിയുന്തോറും ഭൗതികമായി ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ പ്രതീക്ഷിക്കാതെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി പലതും ചിലപ്പോൾ സംഭവിക്കും. മനുഷ്യൻ ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ സ്വപ്നം കാണുന്ന ജീവിയാണ് മനുഷ്യൻ. അവന്റെ മനസ്സിൽ പല കോട്ടകളും കെട്ടും. എനിക്കങ്ങനെയാകണം, ഇങ്ങനെയാകണം. ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ അവരും പറയും എനിക്ക് ഡോക്ടറാകണം, കലക്ടറാകണം. ഏതാണോ കൂടുതൽ ബഹുമാനമുള്ളതായിട്ട് ആ കുട്ടിക്ക് തോന്നിയത് അതാകണമെന്ന് അവനും പറയും. മനുഷ്യൻ സ്വപ്നജീവിയാണ്. അവനിങ്ങനെ പലതും കാണുകയും പലതും ചിന്തിക്കുകയും അങ്ങനെ പലതും എത്തിപ്പിടിക്കാൻ വേണ്ടി മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യും. ടെൻഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. മനസ്സിന് ക്ലേശം. എപ്പോഴാണ് മനുഷ്യന്റെ മനസ്സിന് ക്ലേശമുണ്ടാകുന്നത്? പ്രതീക്ഷിക്കുന്നത് കിട്ടാതിരിക്കുമ്പോഴാണ്. പ്രതീക്ഷിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ 10,000 രൂപ ലാഭം കിട്ടുന്ന കച്ചവടം, 10,000 രൂപ പ്രതീക്ഷിച്ച് കച്ചവടം ചെയ്തു, കിട്ടിയത് 9,500 രൂപയാണ്. 500 രൂപ കുറഞ്ഞു എന്നാൽ അമ്പകയിൽ അയാൾ ടെൻഷൻ അടിക്കും. 9,500 കിട്ടി ലാഭം കിട്ടിയ വകയിൽ അയാൾക്ക് സന്തോഷം ഉണ്ടാവൂല. പിന്നെയോ 500 കുറഞ്ഞ വകയിൽ അയാൾ മുന്നോട്ടല്ലേ. എന്താ നിങ്ങൾക്ക് ഇടങ്ങേറ്? വിചാരിച്ചത് കിട്ടിയില്ല. മനുഷ്യൻ ഇങ്ങനെ സ്വപ്നം കാണുകയും പുതിയത് മനുഷ്യന്റെ മനസ്സിൽ നെയ്തുണ്ടാക്കുകയും അത് കിട്ടാതിരിക്കുമ്പോൾ ആ വകയിൽ മനുഷ്യന്റെ മനസ്സ് കലുഷിതമാവുകയും ചെയ്യും. എന്നാൽ സ്വപ്നം കാണേണ്ടതിനെ മാത്രം സ്വപ്നം കാണുകയും ഭൗതികമായ ലൗകികമായ വിഷയങ്ങളെല്ലാം അത് വളരെ താഴ്ന്നതും അത് വളരെ നിസ്സാരമായതാണെന്നും ചിന്തിക്കുന്ന ഏതെങ്കിലും വിഭാഗം ലോകത്തുണ്ടോ? ഉണ്ട്. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ആ മഹാന്മാർ ഈ ഭൗതികമായ ലോകത്തെ ഒരു വലിയ വിഷയമായി കണ്ടിട്ടേ ഇല്ല. അവർക്ക് ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അവർക്ക് അല്ലാഹുവിന്റെ സാമീപ്യത്തെക്കുറിച്ചുള്ള ചിന്തയും വിചാരവും സ്വപ്നങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഏത് വിഷയങ്ങൾ വന്നാലും ഭൗതികമായ ലൗകികമായ മനുഷ്യന്റെ ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് ദുന്യവിയായ ഏത് വിഷയം വന്നാലും അല്ലാഹുവിന്റെ ഔലിയാക്കൾ അതിലേക്ക് കാതുകൊടുക്കുകയോ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഇഷ്ടദാസന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ മഹാന്മാർ അവരാരും ഈ ദുന്യാവിൽ കാര്യമായി ടെൻഷൻ അടിക്കാറുമില്ല. ടെൻഷൻ വരുന്നത് ദുന്യവിന്റെ വിഷയത്തിലാണ്. ആഖിറത്തിന്റെ വിഷയത്തിൽ ചിന്തിക്കുന്നവർക്ക് ദുന്യാവിൽ ടെൻഷൻ ഉണ്ടാവുകയില്ല.
ദുനിയാവിൽ ദുനിയവിയായ ടെൻഷൻ ഉണ്ടാവുകയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇത് നീങ്ങിപ്പോകുന്ന തണലാണ്. ഇന്ന് എനിക്ക് തണല്, നാളെ വേറൊരാൾക്ക് തണല്. ഇന്ന് എന്റെ അടുക്കൽ പൈസ, നാളെ വേറൊരാൾക്ക് തരും. ഇന്ന് എന്റെ അടുക്കലില്ല, നാളെ എനിക്ക് ലഭിക്കും. അതിങ്ങനെ വന്നു പോകുന്നതാണ്. ദുനിയാവിനെ ഈ നിലയ്ക്ക് ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ളവർ. അങ്ങനെ ചിന്തിച്ച ആളുകൾ അവരുടെ മരണശേഷവും അവർ സ്മരിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിന് വേണ്ടി ദുനിയാവിലുള്ള ജീവിതം, ഭൗതികമായ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലും ചെലവാക്കിയ മഹാന്മാർ അവർ അവരുടെ മരണശേഷവും സന്തോഷത്തോടെ ജീവിക്കുകയും അവർക്കൊരിക്കലും പ്രയാസവും പ്രശ്നവും ഉണ്ടാകുന്നില്ല. ലോകത്തേറ്റവും കൂടുതൽ തഖ്വയുള്ള ആൾ, ലോകത്തേറ്റവും ഭക്തനായ അടിമ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലാ തഖാതും ബില്ലാഹി വഅഖ്ശാകും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയുള്ള ആൾ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ആൾ ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുന്നതും ലോകത്തേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും മദ്ഹ് പറയപ്പെടുന്നതും സ്മരിക്കപ്പെടുന്നതും അങ്ങയുടെ സ്മരണയെ, കീർത്തിയെ, പ്രശംസയെ നാം ഉയർത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ സത്യസാക്ഷ്യം നടത്തിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ ഹബീബ, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സകല സൃഷ്ടികളുടെയും ഇടയിൽ ഏറ്റവും മഹത്വമുള്ള സൃഷ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി, ഏറ്റവും കൂടുതൽ ആദരിക്കുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അതിന്റെ പരിസരങ്ങളിലെല്ലാം മുത്തുനബിയുടെ മദ്ഹ് പറയുകയും കേൾക്കുകയും ചെയ്തവരാണ് നാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ആശിഖുകളിൽ അല്ലാഹു നമുക്ക് ഇടം നൽകട്ടെ. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ മാസം പരിശുദ്ധ റബീഉൽ ആഖിർ, ഇവിടെ നാം ഒരു മഹാനെ അനുസ്മരിക്കുന്നുണ്ട്. ആരാണത്? മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. ഔലിയാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായ ഖുതുബുൽ അഖ്താബ്, ഖുതാബുകളുടെ ഖുതുബായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം തങ്ങൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും വളരെ ആഹ്ലാദപൂർവം, വളരെ സന്തോഷപൂർവം മുസ്ലിം ലോകം അനുസ്മരിക്കുകയാണ്, മദ്ഹ് പറയുകയാണ്. എന്താണ് അതിന് കാരണം? അല്ലാഹുവിന്റെ തഖ്വയോടെ ജീവിച്ചു. ഈ ദുനിയാവിനെ കാര്യമായി പരിഗണിക്കാതെ ആഖിറത്തിലുള്ള വിജയം, അല്ലാഹുവിന്റെ പൊരുത്തം അതവർ ലക്ഷ്യം വെച്ചു. അങ്ങനെ ജീവിച്ചവർ അവർ ലോകത്ത് സ്മരിക്കപ്പെടുകയാണ്. മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, നോക്കൂ നിങ്ങൾ, മഹാനായ ഗൗസുൽ ആദമിനെ അനുസ്മരിക്കുന്ന സദസ്സുകൾ ലോകത്തെമ്പാടും നടന്നു വരികയാണ്. ഗൗസുൽ ആദം തങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുണ്ട്. പലപ്പോഴും ഞാനിപ്പോൾ ജീലാദ് മീറ്റിൽ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഒരു 2-3 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് ഞാൻ ഷാർജയിലെ ICF-ന്റെ ഒരു പരിപാടിക്ക്, മീലാദ് പരിപാടിക്ക് ക്ഷണിച്ചിട്ട് പോയതാണ്. മീലാദ് പരിപാടി കഴിഞ്ഞ ഉടനെ പിന്നെ അവിടെ ജീലാനി ജൽസയാണ്. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ജനസംഖ്യയാണ് ഓരോ പരിപാടിക്കും അവിടെ ഒരുമിച്ച് കൂടുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘ കുടുംബത്തിൽ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമർപ്പിച്ച RSയും ICF-ഉം വളരെ സുശക്തമായി. കാരണം സാധാരണഗതിയിൽ അല്പം വഹാബിസത്തിന്റെ സ്വാധീനമുണ്ട് UAE എന്ന് പറയപ്പെടുന്ന ഔഖാഫാണ് ഷാർജ. പക്ഷെ ഷാർജയിലാണ് എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും കൂടുതൽ. ഇപ്പോൾ 8 വർഷം മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു. അതിനുശേഷം ഈ റബീഉൽ അവ്വലിലാണ് പോയത്. അവിടെ എത്തി നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലല്ല വയത് പറയേണ്ടത്, അവിടെയല്ല സദസ്സ് അവിടെയാണെന്ന് തോന്നിപ്പോയി. അത്രയും വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞത്, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാട്ടുകാരും എല്ലാവരും കൂടി മദ്ഹ് പറയുന്നുണ്ട്. അവിടെയും ഇവിടെയും എവിടെയും പറയാനുള്ളത്, മഹാന്മാരുടെ മദ്ഹ് കേട്ടാൽ ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അമ്പിയാക്കളുടെ മദ്ഹ്, അമ്പിയാക്കളുടെ ചർച്ച നമുക്ക് ഇബാദത്താണ്.
മഹാന്മാരുടെ ഔലിയാക്കളുടെ ചർച്ച നമ്മുടെ പാപങ്ങളെ പൊറുക്കാൻ കാരണമാകുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ആ ചർച്ചയിൽ ഇരുന്നാൽ നമുക്കതുകൊണ്ട് ഗുണം കിട്ടും. അതേ സമയത്ത് ആ മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജൽസകളുടെ, നമ്മുടെ മഹത്വം പറച്ചിലിന്റെ, നമ്മുടെ പരിപാടികളുടെ പൂർണ്ണത, വിജയം നമ്മുടെ ജീവിതത്തിൽ ആ മഹാന്മാരെ അനുകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായി, ആരിഫീങ്ങളിൽ പ്രധാനിയായി ഈ ലോകത്ത് 90 വർഷത്തിലേറെ നന്നായി 90 കാലം ഇരുന്നോവർ, 90 വർഷത്തിലധികം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യന് ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. ഈ അടുത്ത് വഫാത്തായി പോയ നമ്മുടെ എല്ലാം മൽജആയ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ 94 വയസ്സിലാണ് വഫാത്തായത്. അവിടുത്തെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഖൈറുകും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആൾ കൂടുതൽ കാലം ജീവിക്കുകയും സുഹൃതങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്ത ആളാണ്. ഉള്ള ആൾ തങ്ങളുടെ മധുര കണ്ടോ 90-ലേറെ വർഷം ജീവിച്ചു, ഒരുപാട് കാലം മതപ്രവർത്തനം നടത്തി. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഗൗസുൽ ആലം തങ്ങൾ 90 വർഷത്തിലേറെ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് ചുക്കാൻ പിടിച്ചു എന്നത് ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഖൈറുണ്ടാകുന്ന, സകല സൃഷ്ടികൾക്കും ഗുണമുണ്ടാകുന്ന എത്രയോ അവിശ്വാസികൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി അല്ലാഹുവിന്റെ ദീനിലേക്കുള്ള മെമ്പർഷിപ്പിന്റെ കവാടമായി അല്ലാഹു നിർത്തിയത് മുഹയ്യിദ്ദീൻ. ദീനിനെ സജീവമാക്കുക എന്ന സ്ഥാനപ്പേര് കൊടുത്ത് ഫാസിഖുകളായ ആളുകൾക്ക് ഷഹാദത്തിന്റെ മഹത്വമുള്ള ഇസ്തിഗ്ഫാറിലേക്ക് കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന് സുലഹായികളുടെയും ഉറഫാവുകളുടെയും നേതൃസ്ഥാനത്തേക്ക് മഹാന്മാരായി അവരെ പിടിച്ചുയർത്തി. എത്രയോ അക്രമി സംഘങ്ങളെ, ജീവിതത്തിൽ നന്മയുടെ കണിക പോലും കാണാത്ത ആളുകളെ ഒരൊറ്റ ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് ഖവാരിഖുൽ ആദം എന്ന കറാമത്തിന്റെ വലിയ വലിപ്പം കൊണ്ട്, മഹാത്മ്യം കൊണ്ട് മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ഈ ഉമ്മത്തിനെ സമുദ്ധരിച്ചു എന്ന കാരണമാണ് വഫാത്തിന് ശേഷവും നൂറ്റാണ്ട് പലത് കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് സ്മരിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ വേലിയേറ്റമുണ്ടായി മഹത്വവൽക്കരിക്കപ്പെട്ട നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറിട്ട് പോയാലും നമ്മെ ഓർമ്മിക്കാൻ ആളുകളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നന്മയുടെ തോതനുസരിച്ച് നമ്മയും സ്മരിക്കാൻ ആളുകളുണ്ടാകും. അല്ലാഹു തആല നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. തങ്ങളുടെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും, ഗൗസുൽ ആലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും രണ്ടും സയ്യിദാണ്. ഉമ്മയുടെ ഭാഗത്തിലൂടെയും സയ്യിദാണ്, ബാപ്പയുടെ ഭാഗത്തിലൂടെയും സയ്യിദാണ്. എന്ന് പറഞ്ഞാൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഫാത്തിമത്തുൽ സഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവിയുടെ രണ്ട് പ്രധാനപ്പെട്ട മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്നു മുട്ടുന്ന പാരമ്പര്യമാണ് ഗൗസുൽ ആലം തങ്ങളുടെ പാരമ്പര്യം. നോക്കൂ നിങ്ങൾ, ഒരു ബാപ്പയും ഉമ്മയും വളരെ ഇഖ്ലാസോടെ തഖ്വയുള്ളവരായി വളരുമ്പോൾ, ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ ആ ഭാര്യയും ഭർത്താവിലും ഉണ്ടാകുന്ന മക്കൾ നല്ല പവറുള്ള മക്കളായി വരും. ഞാനൊരു സ്ഥലത്ത് വഅദ് പറഞ്ഞു പയ്യന്നൂരിന്റെ അടുത്ത്. അപ്പോ സ്റ്റേജിലിരിക്കുന്ന കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഒരു ലെറ്റർ തന്നിട്ട് എന്നോട് പറഞ്ഞു, കുറെ വർഷം മുമ്പാണ്, എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ 1 പവൻ സംഭാവന, ഒരു പവൻ സംഭാവന എന്നിട്ട് എന്റെ മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ. എന്തായിരുന്നു അയാളുടെ പ്രത്യേകത? അയാളുടെ 4 മക്കളും കള്ളുടിയന്മാർ, 4 മക്കളും മുഴുക്കുടിയന്മാർ. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് കുട്ടികൾ പോയാൽ മുതഅല്ലിമിന്റെ വഴിയിലൂടെ ഇറങ്ങുമ്പോൾ ഒക്കെ കലമുണ്ടാക്കും. അങ്ങനത്തെ മുഴുക്കുടിയന്മാരാണ് അയാളുടെ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അന്വേഷിച്ചു നോക്കിയാൽ അവരുടെ പിതാക്കന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ജീവിതം നടത്താത്തത് കൊണ്ട് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ പരമ്പരയും അങ്ങനെ വന്നുപോയി. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമുക്ക് ഗൗസുൽ ആലമിൽ നിന്ന് വലിയ പാഠമുണ്ട്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിന്റെ ഭാഗം
ഒരു ചെറുപ്പക്കാരൻ പുഴവക്കിലൂടെ നടന്നു പോവുകയാണ്. വിശന്നു വലഞ്ഞൊരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ വല്ലാത്ത വേദന, വല്ലാത്ത വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ഒരു പഴം ഒഴുകി വരുന്നു. ആ പഴം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് എടുത്തു തിന്നുപോകുന്നു. ആ പഴം തിന്നു തന്റെ വിശപ്പൊരൽപ്പം മാറിയ ശേഷം അയാൾ ചിന്തിക്കുന്നു, അല്ലാഹ്, ആരുടേതാണെന്ന് ഉറപ്പില്ലാത്തൊരു പഴമാണ് ഞാൻ എടുത്തു കഴിച്ചത്. മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമ് ശരീരത്തിലേക്ക് കടന്നാൽ ആ ശരീരം നരകത്തിലേക്കാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരുടേതാണെന്ന് അറിയാത്ത പഴമാണ് തിന്നുപോയത്. ഇത് പൊരുത്തപ്പെടിക്കാൻ എന്താണ് മാർഗം? എന്താണ് ഇതിനുള്ള മാർഗം? ഇയാൾ നടന്നു, പുഴയുടെ മേൽഭാഗത്തേക്ക് നടന്നു കിലോമീറ്ററുകൾ നടന്നപ്പോൾ ഇതേപോലുള്ള പഴം പിടിക്കുന്ന തോട്ടം കണ്ടു. അതിന്റെ കൊമ്പുകൾ പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ നിന്നായിരിക്കാം ആ പഴം വെള്ളത്തിൽ വീണത് എന്ന് കരുതി ആ തോട്ടക്കാരനെ അന്വേഷിച്ച് അതിന്റെ മുതലാളിയെ കണ്ടെത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പഴമാണെന്ന് തോന്നുന്ന ഒരു പഴം ഞാൻ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടെടുത്ത് കഴിച്ചു പോയി. അത് പൊരുത്തപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ എന്റെ പള്ളയിൽ കിടന്നത് കത്തു. കാരണം കൊണ്ട് ഞാൻ നരകത്തിൽ പോകുമെന്ന് ഭയപ്പെടുന്നു. നിങ്ങളതൊന്ന് മാപ്പ് ചെയ്ത് പൊരുത്തപ്പെട്ടു തരണം. ഈ മനുഷ്യരുന്ന ചെറുപ്പക്കാരനെ ഈ തോട്ടത്തിന്റെ മുതലാളിയും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്, നോക്കുകയാണ്. എന്നിട്ടൊന്ന് പറഞ്ഞു, നിങ്ങൾ കുറെ ദിവസങ്ങളോളം എന്റെ തോട്ടത്തിൽ പണിയെടുക്കണം, വേല ചെയ്യണം. നിങ്ങൾക്ക് കൂലി തരില്ല, ശമ്പളം തരാതെ പണിയെടുക്കണം, എന്നാലേ നിങ്ങൾക്കത് പൊരുത്തപ്പെട്ടു തരൂന്നാണ് ഇയാളെ ദുർവാശി. സമ്മതിക്കാതെ തരമില്ല, കാരണം തിന്നുപോയല്ലോ പഴം, അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. ഹറാമ് പള്ളയിലേക്ക് വരാതെയുള്ള സൂക്ഷ്മത കണ്ടോ? കടയിൽ ജോലിക്ക് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും, അന്യന്റെ വീട്ടിൽ പണിക്ക് പോകുന്ന ആളുകളും പെണ്ണുങ്ങളും ഉണ്ടാകും. അപരന്റേത് ആരെങ്കിലും മോഷ്ടിക്കുകയോ കട്ടെടുക്കുകയോ അർഹതയില്ലാത്തത് ഒരാളുടെ പോക്കറ്റിൽ നിന്ന് അപഹരിച്ചിട്ട് വഞ്ചിച്ചിട്ട് സ്വന്തം ശരീരത്തിലേക്കോ കുടുംബത്തിലേക്കോ മക്കളിലേക്കോ ഒരു നയാ പൈസ പോലും കൊടുക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടുള്ളതല്ല. നോക്കൂ ഈ ചെറുപ്പക്കാരന്റെ സൂക്ഷ്മത. വേല എടുക്കുകയാണ്, കൂലിയില്ലെങ്കിലും സാരമില്ല. പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു, തിരിച്ചു പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ അപ്പോഴും തോട്ടക്കാരൻ പുതിയ ഡിമാൻഡ് വെക്കുകയാണ്. എന്താണ് ഡിമാൻഡ്? നിങ്ങൾ തിന്ന പഴം ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ നിങ്ങൾ എന്റെ മകളെ കല്യാണം കഴിക്കണം. ഏതാണ് ആ മകൾ? ആ മകൾക്ക് കണ്ണില്ല, കാതില്ല, സംസാര ശക്തിയില്ല, സൗന്ദര്യമില്ല. അങ്ങനെ ഒരു മകളുണ്ട് എനിക്ക്. ആ മകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. കരളിന്റെ കഷ്ണമായ ചെറുപ്പക്കാരെ, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അസ്തമിച്ചു പോയി എന്ന് കരുതുന്ന സമയമാണത്. കാരണം കണ്ണില്ലാതെ, കാഴ്ചശക്തിയില്ലാതെ, കേൾവിയില്ലാതെ, ബുദ്ധിയില്ലാതെ, സൗന്ദര്യമില്ലാതെ വിരൂപിയായ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരൻ ജീവിത സഖിയായി തെരഞ്ഞെടുത്താൽ പിന്നെ അവന്റെ ദാമ്പത്യ ജീവിതത്തിന് ആസ്വാദനമാണ്, സുഖമാണുള്ളത്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവാണ്. ഈ ചെറുപ്പക്കാരൻ സുന്ദരനാണ്. ഈ ചെറുപ്പക്കാരന്റെ മനസ്സിൽ വന്നത്, ഈ പെണ്ണിനെയാണ് നീ എനിക്ക് ഭാര്യയായി കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ നിന്റെ നിർണയത്തെ, നിന്റെ വിധിയെ മറികടക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് ആഖിറത്തിലല്ലേ വിജയം വേണ്ടത്. ദുനിയാവിന്റെ കാര്യമാണ്, നശ്വരമായ ലോകമാണ്. അതുകൊണ്ട് ഏത് സമയത്തും അസ്തമിച്ചു പോകുന്ന ദുനിയാവിലെ സുഖവും ദുഃഖവും പരിഗണിക്കേണ്ടതില്ല. എന്റെ പഴം പൊരുത്തപ്പെട്ട് കിട്ടാൻ അങ്ങനെ ഒരു ത്യാഗം സഹിക്കാൻ ഒരുങ്ങുകയാണ് ബഹുമാനപ്പെട്ടവർ. കല്യാണം കഴിഞ്ഞു. ഭാര്യയെ ഒരുക്കി നിർത്തിയിരിക്കുന്ന റൂമിലേക്ക് കാലെടുത്തു വെച്ച അബൂ സ്വാലിഹ് ചെറുപ്പക്കാരൻ തീയിൽ ചവിട്ടിയതുപോലെ പുറത്തേക്ക് വന്ന് ഭാര്യയുടെ പിതാവാകുന്ന തോട്ടത്തിന്റെ മുതലാളിയോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞ പെണ്ണു മാറിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പെണ്ണു മാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പെണ്ണിന് കുരുളുള്ള പെണ്ണാണ്, കാഴ്ചയില്ലാത്ത പെണ്ണ്, സംസാരിക്കാത്ത പെണ്ണ് എന്നാണ് പറഞ്ഞത്. ആ പെണ്ണിന് സൗന്ദര്യമുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാഴ്ചയുണ്ട്. അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ആകുന്ന പുതിയാപ്പിളയുടെ കൈപിടിച്ച് ആശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഭാര്യയുടെ ഉപ്പ പറഞ്ഞു, മോനെ, എന്റെ മകൾക്ക് ഞാൻ പറഞ്ഞ നിബന്ധനകളുണ്ട്. ഞാൻ പറഞ്ഞ ഹറാമിലേക്ക് കാണുന്ന കണ്ണില്ല എന്നാണ്, ഹറാമ് കേൾക്കുന്ന നാവില്ല, ചെവിയില്ലെന്നാണ്, കാടുകളില്ലെന്നാണ്, ഹറാമ് പറയുന്ന നാവില്ലെന്നാണ്, ഹറാമായ നില കന്യപുരുഷന്മാരുടെ മുമ്പിൽ ചുറ്റി നടക്കുന്ന, പ്രദർശിപ്പിക്കുന്ന സൗന്ദര്യമില്ലെന്നാണ്. ഞാൻ എന്റെ മകളുടെ അവയവങ്ങളെ കുറിച്ച് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്.
പറഞ്ഞത്, എന്റെ മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് ഞാൻ നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരു പഴം തിന്നതിന്റെ പേരിൽ വളരെ സാഹസികമായി കിലോമീറ്ററുകളോളം ഉടമയെ കണ്ടെത്തി പൊരുത്തപ്പെടിക്കാൻ നീ ഒരു ചെറുപ്പക്കാരൻ ആരും ചിന്തിക്കാത്ത നിലയ്ക്ക് എന്റെ മുമ്പിൽ വന്ന് പഴം പൊരുത്തപ്പെടിക്കാൻ ആവശ്യപ്പെട്ടത്, അന്നേ എന്റെ മകളുടെ ഭർത്താവായി നീ എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. എന്റെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവ് നിന്നെ പോലെ വേറൊരാളെയും കിട്ടൂല. ബദരിയ മജ്ലിസിലേക്ക് മഹാനായ സയ്യിദ് അവറുകളുടെ ദിക്റുദ്വാഇന് വന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഗൗസുൽ ആലം തങ്ങളുടെ പ്രിയപ്പെട്ട ജീവിതം പഠിക്കുന്ന സമയത്ത്, മഹത്വം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പല വിഷയങ്ങളുമുണ്ട്. ഹറാമിലേക്ക് ചുറ്റി നടക്കുന്ന, ഹറാമിലേക്ക് പ്രദർശിപ്പിക്കുന്ന ശരീരവും സൗന്ദര്യവും ഇല്ലാത്തൊരു പെണ്ണ്, ഹറാം സംസാരിക്കാത്തൊരു പെണ്ണ്, ഹറാം കാണാത്തൊരു പെണ്ണ്, ഹറാം കേൾക്കാത്തൊരു പെണ്ണിന്റെ മഹത്വം നോക്കൂ നിങ്ങൾ. അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ പദത്തിൽ കടന്നു വന്നത് ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ആ രണ്ട് ഇണകളും കൂടി ഒന്നിച്ചു ചേർന്ന് ദാമ്പത്യ ജീവിതം അങ്ങ് തുടർന്നു. അങ്ങ് മുന്നോട്ട് പോകുമ്പോഴാണ് ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവി ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്. ബാബാ മുതു ഇന്ന് കുതുബായി വന്നോവർ, വനം അതേലിയും കേളി മികച്ചോവർ, സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ, ചെയ്തവർ തായും ബാവയുമാണോവർ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായി മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, പവറുള്ള വാപ്പ, അതിനേക്കാൾ മഹത്വമുള്ള ഉമ്മ, ഇവർ രണ്ടുപേരും സംഗമിച്ചപ്പോൾ അതിനേക്കാൾ ഉന്നതനായ ഒരു മകന് മുഹയ്യിദ്ദീൻ, ദുനിയാവിൽ ദീൻ സജീവമാക്കി നിർത്തുന്ന മഹാനായ ഒരു മകന് ലഭിക്കുന്നു. ശരിക്കും പഠിക്കണം. ഗൗസുൽ ആലം തങ്ങളുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. വാപ്പ വ്യഭിചരിക്കാണ്, ഉമ്മ വ്യഭിചരിക്കാണ്, വാപ്പ കള്ളുടിക്കാണ്. അതുകൊണ്ട് മകൻ വേശ്യാലയം നടത്തുകയാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഇവിടെ ആ സംവിധാനം തകരാറിലാകുമ്പോൾ ആ നിലക്കുള്ള മക്കളാണ് ഉണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ, ആശിഖായ ബാപ്പ, മുത്തുനബിയെ സ്നേഹിക്കുന്ന ബാപ്പ, സ്വലാത്ത് ഏറെ ചൊല്ലുന്ന ഉമ്മ, മഹാന്മാരെ സ്നേഹിക്കുന്ന ഉമ്മ, ആ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കുന്ന മക്കളെ ഉണ്ടാകൂ. അങ്ങനെയാണ് ചരിത്രം, അങ്ങനെയാണ് ലോകം പഠിപ്പിക്കുന്നത്, ചരിത്രം പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഔലിയാക്കളിൽ നിന്ന് വിദഗ്ധരാകുന്നത്, ഔലിയാക്കളിൽ നിന്ന് മാറ്റം വരുന്നത്, അവരുടെ മഹത്വം പറയുന്നത്. എല്ലാ ഔലിയാക്കളും സുന്നത്ത് നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് അവർ വളർന്നു വരുമ്പോൾ അവർക്ക് വിലായത്തിന്റെ പദവി ലഭിക്കുകയാണ്, കറാമത്തുകൾ ഉണ്ടാവുകയാണ്. എന്നാൽ ഗൗസുൽ ആലം തങ്ങൾ അങ്ങനെയുമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ബാബാ മുതലിരിക്കുന്ന സമയത്ത് തന്നെ കുതുബാണ്. പ്രധാനപ്പെട്ട കാരണം സയ്യിദാണ്, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമാണ് ആ ഞരമ്പുകളിലൂടെ ഓടിയത്. അതിന്റെയും പുറമേ നമുക്ക് കേൾക്കാം, മുഹയ്യിദ്ദീൻ മാലയിൽ റമദാൻ മാസത്തിൽ പകൽ സമയത്ത് ചെറിയ കുട്ടി മുലകുടിക്കുന്ന സമയത്ത്, പകൽ സമയത്ത് മുലകുടിക്കാതെ മാറി നിൽക്കുന്നു. മുലകുടിക്കൽ ഹറാമല്ല, കാരണം ചെറിയ കുട്ടിയാണ്. മുലകുടിക്കലും വെള്ളം കുടിക്കലും കറാഹത്തല്ല, ഖിലാഫുൽ ഔല പോലുമല്ല. പക്ഷേ കറാമത്തിന്റെ മഹത്വം കൊണ്ടോ വിലായത്തിന്റെ പദവി കൊണ്ടോ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ മറ്റ് ഔലിയാക്കളിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നു. ഔലിയാക്കളിൽ നിന്ന് തന്നെ മാറ്റം വരുന്നു. നടന്നു പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. പോകുന്ന സമയത്ത് സ്വർണം കുപ്പായത്തിന്റെ ഉള്ളിൽ ഊതിപ്പിടിപ്പിച്ച് തുന്നിപ്പിടിപ്പിച്ച ഉമ്മ ഒരു വാക്ക് പറയാണ്, മോനെ കളവ് പറയരുത്. പോകുന്ന വഴിയിൽ നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. പക്ഷെ ആ സംഭവത്തിന്റെ ഉള്ളിലുള്ള ഗൗരവം നിങ്ങൾ നോക്കൂ. കളവ് പറയരുത് എന്ന ഒരു നല്ല ഉപദേശമാണ് ഉമ്മ മകന് കൊടുക്കുന്നത്. ഏതുമ്മ? ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവി.
നാവ് ഒരു തെറ്റും പറയാത്ത സംസാരിച്ചിട്ടില്ലാത്ത ഉമ്മ മകനോട് കൊടുക്കുന്ന ഉപദേശം, പൊന്നുമോനെ നീ കളവ് പറയരുത്. 70-ലധികം വരുന്ന കൊള്ള സംഘം പിടിച്ചു വച്ചു. വഴിവക്കിൽ നിന്ന് പലരെയും കൊള്ളയടിച്ചൊന്ന് വെറുതെ ചോദിച്ചു ഒരു മുതഅല്ലിം. പണ്ട് കാലത്തെ മുതഅല്ലിമീങ്ങൾ പാവപ്പെട്ടവരാണ്. മുതഅല്ലിമായ അബ്ദുൽ ഖാദിർ എന്ന വിദ്യാർത്ഥിയോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലെന്തുണ്ട്? എന്റെ കയ്യിൽ സ്വർണമുണ്ട്. കൊള്ളത്തലവന്റെ അടുക്കൽ കൊണ്ടുപോയി നോക്കുമ്പോൾ സ്വർണമുണ്ട്. കൊള്ള സംഘത്തിന്റെ അമീർ ചോദിച്ചു, മോനെ നീ എന്തിനാണ് സത്യം പറഞ്ഞത്? നിന്നെ ഞങ്ങൾ വെറുതെ വിടൂലായിരുന്നോ? വരുന്ന വഴിയിൽ എന്റെ ഉമ്മ എന്ന യാത്രയേക്കുന്ന സമയത്ത് കളവ് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊള്ള സംഘത്തിന്റെ നേതാവ് ചിന്തിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഇല്ലാത്തൊരു സംഗതിയാണ് നന്മയും സത്യവും. ഈ കുട്ടിയുടെയും മാതാവിന്റെയും മനസ്സിൽ കടന്നു വന്നിട്ടില്ലാത്തതാണ് തിന്മയും കാപട്യവും അസത്യവും. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ വെളിച്ചവും ദിശാബോധവും നൽകുകയാണ് ഈ ചെറിയ മകനിലൂടെ എന്ന് ചിന്തിച്ച് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മുമ്പിൽ നിന്ന് തൗബ ചെയ്ത് 70-ലധികം വരുന്ന കൊള്ള സംഘം പരിശുദ്ധ ദീനിന്റെ മുഖ്യധാരയിലേക്ക് ആരിഫീങ്ങളുടെ നേതാവായി വളർന്നു വരാൻ ആദ്യം തന്നെ തർബിയത്തിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അല്ലാഹു വളർത്തിക്കൊണ്ടുവരുന്നു. ഗൗസുൽ തങ്ങൾ പറയുകയാ, 10,000-കണക്കിന് ആളുകളെ വാളിന്റെ സദസ്സിൽ നിന്ന് ഹിദായത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്. തൗബയുടെ വാതിലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ കൊള്ള സംഘത്തെ ആദ്യം ഈ കൊള്ള സംഘത്തെ ഹിദായത്തിലെത്തിച്ചതുപോലെ എന്റെ മനസ്സിൽ ഓർമ്മ കിട്ടുന്ന സന്തോഷം നൽകുന്ന മറ്റൊരു സംഭവമില്ല. കേട്ടോ നിങ്ങൾ, ഈ ചെറിയ മകൻ ചെറിയ കുട്ടിയായ സമയത്തുള്ള മുതഅല്ലിമായ സമയത്തുള്ള ഈ സംഭവം ഇതുപോലെ മനസ്സിൽ സ്വാധീനിച്ച മറ്റൊരു വിഷയമില്ല. ഗൗസുൽ തങ്ങൾ അങ്ങനെ അങ്ങ് വളർന്നു. അള്ളാഹുവിന്റെ ദീൻ സജീവമാക്കാനുള്ള ശ്രമങ്ങളും ഇടപെടലുകളും നടത്തി. അള്ളാഹുവിന് ദിക്റ് ചൊല്ലി ഇബാദത്തിൽ മുഴുകി അങ്ങനെ ജീവിച്ചു. 90 വർഷം അള്ളാഹുവിന്റെ ദീനിന് വഅദ് പറഞ്ഞ് നെടുനായകത്വം വഹിച്ച് പരിശുദ്ധ ദീനിനെ പരിപാലിച്ചു കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, ഇന്നും മഹാനായ ഗൗസുൽ തങ്ങൾ സ്മരിക്കപ്പെടുകയാണ്. ഒന്ന് അഹ്ലുൽ ബൈത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. മറ്റൊന്ന് പ്രമുഖനായ നിരവധി കിതാബുകളും ഒരുപാട് ആലിമീങ്ങളായ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരുടെ ഗുരുവര്യനാണ്. അതിന്റെയും പുറമെ അതിനേക്കാൾ മഹത്വമുള്ള വലിയ കുതുബും ശൈഖുമാണ്. അതുകൊണ്ടാണ് ഗൗസുൽ തങ്ങൾ ലോകത്തിപ്പോഴും സ്മരിക്കപ്പെടുന്നതെങ്കിൽ സമകാലിക സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ കടിഞ്ഞാൺ പിടിച്ച് നമ്മെ മുമ്പേ നിന്ന് നടന്ന നയിച്ച മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് മഹത്വത്തിന്റെ ഏത് മാനദണ്ഡം വെച്ച് അളന്നാലും സമകാലിക സമൂഹത്തിന്റെ പണ്ഡിതന്മാർക്കും ഔലിയാക്കൾക്കും ഇടയിൽ ഏറെ മുന്നിലാണ് താജുൽ ഉലമയുടെ സ്ഥാനം. ഒന്ന് താജുൽ ഉലമ സയ്യിദാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അലുൻ നബി ദരിയതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം ഉതാഗദ ബിയദി യമീൻ സഹീഫതി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാവ്യമാണ്, എനിക്ക് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അഭിലാഷവും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്, പരമ്പരയാണ്, കുടുംബമാണ്, മുത്തുനബിയുടെ പേരമക്കളാണ്. അവരാണ് എന്റെ പ്രതീക്ഷ. ഹബീബിലേക്ക് കടന്നു ചെല്ലാൻ എന്റെ വഴിയും എന്റെ മാർഗവും ഹബീബിനെ കണ്ടിട്ടില്ലാത്ത എനിക്ക് ഹബീബിലേക്ക് എത്താനുള്ള ഏണിയും പലകയും ചുണ്ടുപലകയും എന്റെ വസീലയും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാണ്. നാളെ പേടി വരുത്ത ഖിയാമത്ത് നാൾ നിൽക്കുന്ന സമയത്ത്, നാളെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ അടിമകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിലെ വല്ലാത്ത ദുരന്തമുള്ള സമയത്ത് അർജൂബിഹിം ത്വാഗദൻ ബിയദി യമീനി സഹീഫതി. ഒരുപാട് ആളുകൾക്ക് വലത് കൈയിൽ കിതാബ് കിട്ടുന്ന സമയമാണ്. യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹ്.
പലരുടെയും മുഖം വെളുത്തു പോകുന്ന കറുത്തു പോകുന്ന സമയമാണത്. വലത് കൈയിൽ കിതാബ് കിട്ടുന്നവർ വിജയികളാണ്, അവർ ചിരിക്കുകയാണ്, അവരുടെ മുഖം ഇങ്ങനെ കത്തി പ്രകാശിക്കുകയാ. പലരുടെയും ഇടത് കൈയിലാണ് കിതാബ് ലഭിക്കുന്നത്, അവരുടെ മുഖം കറുത്തിരുണ്ടുപോയി തല താഴ്ത്തു പോവുകയാണ്, അവർ വിയർത്തി മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതീക്ഷ കണ്ടോ, നാളെ ഈ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമക്കൾ, അഹ്ലു ബൈത്തിലെ പ്രിയപ്പെട്ട മക്കൾ കാരണമായി എന്റെ വലത് കൈയിൽ കിതാബ് ലഭിക്കും.